മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ, ബാഗുകൾ, കുടകൾ, ലഞ്ച് ബോക്സുകൾ, റെയിൻകോട്ട്, ഇൻസ്ട്രുമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ. കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്, മുള്ളൂർക്കര. കോൺടാക്ട് 9955540953. കുത്തിയൊലിച്ചു വരുന്ന മഴവെള്ളം വീടുകളിലേക്ക് ഒഴുകിയെത്തി ദുരിതത്തിലായി 5ഓളം കുടുംബങ്ങൾ. എങ്കക്കാട് പവർ ഹൗസിന് സമീപം താമസിക്കുന്ന കുടുംബങ്ങളാണ് ദുരിതമനുഭവിക്കുന്നത്. വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ 18 മങ്കര എങ്കക്കാട് പവർ ഹൗസിന് സമീപം ഒഴുക്കുവെള്ളം വീടുകളിലേക്ക് ഒഴുകിയെത്തി ദുരിതത്തിലായി പ്രദേശവാസികൾ. 5 കുടുംബങ്ങളാണ് മേഖലയിൽ ദുരിതമനുഭവിക്കുന്നത്. മഴ ശക്തമായതോടെ എങ്കക്കാട് പവർ ഹൗസ് സ്ഥിതി ചെയ്യുന്ന കുന്നിൽ നിന്നും റോഡിലൂടെയുമെല്ലാം ഒഴുകിയെത്തുന്ന മഴവെള്ളം മുഴുവൻ വീടുകളിലേക്ക് പതിക്കുന്നതാണ് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നത്. വർഷങ്ങളായി പ്രദേശവാസികൾ ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. നഗരസഭയിലും പൊതുമരാമത്ത് വകുപ്പിലും ഉൾപ്പെടെ നിരവധി പരാതികൾ നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് പ്രദേശവാസിയും വർക്ക്ഷോപ്പ് ഉടമയുമായ നെടുങ്ങോട്ട് പറമ്പിൽ റിബേഷ് പറഞ്ഞു. ഇവിടെ മഴക്കാലം കഴിഞ്ഞാണല്ലോ, ഭയങ്കര ശോകമാണ് ഞങ്ങൾക്ക്. കാരണം വീട്ടിലേക്ക് അമ്മാതിരി വെള്ളമാണ് വരുന്നത്. ഇത് അത്യാവശ്യം കൊല്ലങ്ങളായി ഇതേപോലെ തന്നെ വന്നു തുടങ്ങിയിട്ട്. നമ്മുടെ കാണേണ്ടവരെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നത് ചാല് പോണത് വർഷാപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ആ ചാലൊക്കെ അടഞ്ഞു കിടന്നിട്ട് 2 കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള വെള്ളം കംപ്ലീറ്റ് വീട്ടിലേക്കാണ് വരുന്നത്. അതിൻ്റെ വീഡിയോ വരെ ഞാൻ എടുത്ത് വെച്ചിട്ട് ഞാൻ PWDയിൽ പോയി വെച്ച് 2-3 വട്ടം. അതിനും യാതൊരു നടപടിയും അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണമെന്ന് ആരെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടാവണം, അത് പറയുള്ളൂ. ഇവിടുത്തെ നമ്പർ നമ്മുടെ വിദ്യാർത്ഥനാണ്. വിദ്യാർത്ഥിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അവരിഞ്ഞിട്ട് ഒരു 2-3 വട്ടം JCB കൊടുത്തിട്ട് അങ്ങോട്ട് മാന്തിയിട്ട് അവർ പോയി. പിന്നെ ഇതുപോലെ വെള്ളം വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വീട്ടിലേക്കാണ് വരുന്നത്. നിരന്തരം പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രാവശ്യം JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തുവെങ്കിലും തുടർ നടപടികൾ ഇല്ലാത്തതിനാൽ വെള്ളക്കെട്ട് രൂക്ഷമായി വീടിനുള്ളിലേക്ക് പോലും വെള്ളം കയറുന്ന അവസ്ഥയാണ് ഉള്ളത്. ബന്ധപ്പെട്ട അധികൃതർ വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. VCV ന്യൂസ്, വടക്കാഞ്ചേരി.